നമസ്കാരം, പ്രവാസി പ്ലസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ പ്രധാനപ്പെട്ട വാർത്തകളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ ആദ്യമായി പങ്കുവയ്ക്കുന്നത് ജർമ്മനിയിലെ മലയാളി സമൂഹത്തെയും നാട്ടിലുള്ളവരെയും ഒരുപോലെ സങ്കടത്തിലാഴ്ത്തിയ ഒരു വാർത്തയാണ്. ജർമ്മനിയിൽ ഉപരിപഠനത്തിനും വൈദിക ശുശ്രൂഷയ്ക്കുമായി പോയ എറണാകുളം മഞ്ഞപ്ര സ്വദേശി ഫാദർ ജിജു കിലുക്കന്റെ അപ്രതീക്ഷിത വിയോഗത്തെക്കുറിച്ചുള്ള വാർത്ത. കഴിഞ്ഞ ഏപ്രിൽ 20 വൈകുന്നേരം മ്യൂണിക്കിലെ ഒരു ട്രെയിൻ സ്റ്റേഷനിലുണ്ടായ അപകടത്തിലാണ് 47 വയസ്സുകാരനായ അദ്ദേഹം മരിച്ചത്. മ്യൂണിക്കിലെ നോഡ് ഫ്രീഡ്ഹോഫ് യു-ബാൻഡ് സ്റ്റേഷനിൽ വച്ചാണ് അപകടം നടന്നത്. പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ കാത്തുനിൽക്കുകയായിരുന്ന ഫാദർ ജിജു ട്രെയിൻ എത്തിയപ്പോൾ അതിൽ കയറുവാൻ ഒരുങ്ങുന്നതിനിടെ അപ്രതീക്ഷിതമായി പാളത്തിലേക്ക് വീഴുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ട്രെയിൻ ഡ്രൈവർ ഉടൻ തന്നെ എമർജൻസി ബ്രേക്ക് ഇട്ടുവെങ്കിലും ട്രെയിൻ വേഗതയിലാറുന്നതിനാൽ അപകടം ഒഴിവാക്കാൻ സാധിച്ചില്ല. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അദ്ദേഹം മരണപ്പെടുകയായിരുന്നു. മ്യൂണിക് പോലീസ് പറയുന്നത് ഇതിൽ പുറമെ നിന്നുള്ള ആരുടെയും ഇടപെടലില്ല എന്നാണ്. എങ്കിലും ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹം പാളത്തിലേക്ക് വീണത് എന്നതിനെക്കുറിച്ച് പോലീസ് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ജർമ്മനിയിലെ മലയാളികൾക്കിടയിൽ പ്രിയങ്കരനായ ഒരു വൈദികനായിരുന്നു ഫാദർ ജിജു. 2023 സെപ്റ്റംബറിലാണ് അദ്ദേഹം ജർമ്മനിയിലേക്ക് എത്തിയത്. മ്യൂണിക്കിലെ സെന്റ് ലൈം ഇടവകയിൽ സേവനം ചെയ്യുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹം C1 ലെവൽ വരെ ജർമ്മൻ ഭാഷാ പഠനവും പൂർത്തിയാക്കിയിരുന്നു. അദ്ദേഹത്തിന്റെ മുൻകാല പ്രവർത്തനങ്ങൾ നോക്കുകയാണെങ്കിൽ 2008 വൈദികനായ ശേഷം കേരളത്തിലെ വിവിധ ഇടവകകളിലും അതുപോലെ ജീവാമൃത ബോയ്സ് ഹോമിലും അദ്ദേഹം മികച്ച പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. 5 വർഷത്തോളം സെമിനാറി റെക്ടറായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. പരേതനായ KV ജോസഫിന്റെയും മേരിയുടെയും മകനാണ് ഫാദർ ജിജു. അദ്ദേഹത്തിന്റെ വേർപാടിൽ സഹോദരങ്ങളായ വിജി ജോയ്, ബിജു കിലുക്കൻ, സിസ്റ്റർ ബിന്ദു കിലുക്കൻ എന്നിവരും നാട്ടുകാരും വലിയ സങ്കടത്തിലാണ്. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇന്ത്യൻ എംബസിയുടെയും മ്യൂണിക് കോൺസുലേറ്റിന്റെയും നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നു വരികയാണ്. പ്രവാസ ലോകത്തെ അടുത്ത വാർത്ത UK-യിൽ നിന്നാണ്. വളർത്തുമൃഗങ്ങളെ സ്വന്തം കുടുംബാംഗങ്ങളെ പോലെ സ്നേഹിക്കുന്നവരാണ് നമ്മൾ പലരും. എന്നാൽ UK-യിലെ എസെക്സിൽ നിന്ന് വരുന്ന ഒരു വാർത്ത ശരിക്കും നമ്മളെ ഭയപ്പെടുത്തുകയാണ്. സ്വന്തം വീട്ടിൽ വളർത്തിയിരുന്ന നായയുടെ ആക്രമണത്തിൽ 19 വയസ്സുകാരിയായ ജാമി ലീ ബിസ്കോ എന്ന പെൺകുട്ടിക്ക് ജീവൻ നഷ്ടപ്പെട്ടു. എസെക്സിലെ ലീഡർ റോഡിലുള്ള വീട്ടിൽ ഏപ്രിൽ 10 ഈ ഒരു ദാരുണമായ സംഭവം നടന്നത്. വൈകുന്നേരം ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയ പിതാവ് ജാക്ക് ബിസ്കോയാണ് സ്വന്തം കിടപ്പുമുറിയിൽ കഴുത്തിന് മാരകമായി പരിക്കേറ്റ നിലയിൽ മകളെ കണ്ടെത്തിയത്. ഉടൻ തന്നെ രക്ഷാപ്രവർത്തകരെ വിവരം അറിയിച്ചുവെങ്കിലും പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായില്ല. ഒരു ലർച്ചർ ക്രോസ് ഇനത്തിൽപ്പെട്ട നായയാണ് ഈ കുടുംബം വളർത്തിയിരുന്നത്. ഈ നായ ജാമിയെ ആക്രമിക്കുകയും കഴുത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിക്കുകയുമായിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. സംഭവത്തിന് പിന്നാലെ പോലീസ് ഈ നായയെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഈ വാർത്തയിൽ ഏറ്റവും ഹൃദയഭേദകമായത് ആ പിതാവിന്റെ വാക്കുകളാണ്. തന്റെ മകളുടെ ജീവനെടുത്ത ആ നായ ഇനി ജീവിക്കാൻ അർഹതയുള്ളതല്ലെന്നും അതിനെ ഉടൻ തന്നെ കൊല്ലണമെന്നുമാണ് അദ്ദേഹം പോലീസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനെ ഇനി ഒരിക്കലും കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് അദ്ദേഹം കണ്ണീരോടെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. വളർത്തുനായ്ക്കളുടെ ആക്രമണങ്ങൾ UK-യിൽ അടുത്ത കാലത്തായി വർദ്ധിച്ചു വരുന്നത് വലിയ ആശങ്കയ്ക്കാണ് ഇടയാക്കുന്നത്. ഏതായാലും ഈ സംഭവത്തിൽ പോലീസ് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്.